ഹലോ വെൽക്കം ടു റിഡ് ഷോർട്ട് ടോക്സ്. നമസ്കാരം. നമ്മൾ ഇന്ന് കുറച്ച് ആഴത്തിൽ പരിശോധിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ആഗോള താരിഫ് നയങ്ങളെക്കുറിച്ചുള്ള ഈ രേഖയാണ്. 2025 ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ള ഈ ഒരു നീക്കത്തിന്റെ പ്രധാന വശങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെയൊന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായും ഇത് അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയുള്ള ട്രംപിന്റെ ഒരു അമേരിക്ക ഫസ്റ്റ് 2.0 എന്നൊരാശയമുണ്ടല്ലോ. അതെ. അതിന്റെ ഭാഗമായി നിർദ്ദേശിച്ചിട്ടുള്ള ചില താരിഫ് നയങ്ങളാണ് ഈ രേഖയിൽ പ്രധാനമായും പറയുന്നത്. ഇതിലെ വിശദാംശങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കാമല്ലേ. പ്രധാനമായിട്ടും പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏകദേശം ഒരു 20% മുതൽ 35% വരെ താരിഫ്. അതാണ് നിർദ്ദേശം. അതെ. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിരക്കല്ല എന്നതാണ് എനിക്ക് കൗതുകമായി തോന്നിയത്. ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ആഡംബര കാറുകൾക്കൊക്കെ 30% താരിഫ് വരും. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വസ്ത്രങ്ങൾക്ക് 35% പറയുന്നത്. അതെ, വ്യത്യാസങ്ങളുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ലോഹങ്ങൾ, തുണിത്തരങ്ങൾ അതിന് 30%. ദക്ഷിണ കൊറിയയുടെ ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ അതിന് 25%. ഓക്കെ. പിന്നെ കസാഖ്സ്ഥാൻ, ലോഹങ്ങൾ, ഊർജം അതിനും 25%. ഫിലിപ്പീൻസിൽ നിന്നുള്ള ഇലക്ട്രോണിക്സിന് 20%. അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. അപ്പോ ഇതിനൊരു പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ? ഈ രേഖയിൽ പറയുന്ന കാരണങ്ങളെന്ന് വെച്ചാൽ ചില രാജ്യങ്ങളിൽ അനാരോഗ്യകരമായ വ്യാപാര രീതികളുണ്ട്. പിന്നെ ഈ വില കുറച്ച് വിൽക്കൽ, ഡംപിംഗ്. അതെ, ഡംപിംഗ്. അതായത് ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിറ്റ് മാർക്കറ്റ് പിടിക്കുന്നൊരു രീതി. പിന്നെ ചിലയിടത്ത് അന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ. ഇതൊക്കെ പരിഗണിച്ചാണ് ഓരോ രാജ്യത്തിനും അനുയോജ്യമായ ഒരു താരിഫ് എന്നാണ് ഇവരുടെ ഒരു വിശദീകരണം. ആത്യന്തികമായ ലക്ഷ്യം അമേരിക്കൻ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുക, അതോടൊപ്പം വ്യാപാര കമ്മി കുറയ്ക്കുക, ഇതൊക്കെയാണ്. അപ്പോ ഇന്ത്യ, റഷ്യ പോലുള്ള പ്രധാന രാജ്യങ്ങളുടെ കാര്യമോ? അവരെക്കുറിച്ച് ഈ രേഖയിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? നല്ല ചോദ്യം. നിലവിൽ ഈ രാജ്യങ്ങൾക്ക് പുതിയ താരിഫുകൾ നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഈ രേഖ വ്യക്തമാക്കുന്നത്. ഓക്കേ. പക്ഷേ ഇന്ത്യയുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ കടുത്ത നടപടികൾ ഉണ്ടായേക്കാം എന്നൊരു സൂചനയും കൊടുക്കുന്നുണ്ട്. ഒരു മുന്നറിയിപ്പ് പോലെ. അതെ. റഷ്യയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ഉപരോധങ്ങൾ നിലവിലുണ്ടല്ലോ. ശരിയാണ്. അപ്പോ വ്യാപാരം വളരെ കുറവാണ്. അതുകൊണ്ട് പുതിയ താരിഫുകൾക്ക് അവിടെ വലിയ പ്രസക്തിയില്ല എന്നും ഈ രേഖ പറയുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? ഈ താരിഫുകൾ നടപ്പിലാക്കിയാൽ അത് അമേരിക്കയിൽ മാത്രം ഒതുങ്ങില്ലല്ലോ. ഇല്ലല്ല, തീർച്ചയായും ഇല്ല. ഇതിന്റെ അലയൊലികൾ ലോകം മുഴുവനെത്തും. ഒന്ന്, ആഗോള വ്യാപാര തർക്കങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. പല രാജ്യങ്ങളും തിരിച്ചും താരിഫ് ചുമത്താമല്ലേ, പ്രതികാര നടപടികൾ. ശരിയാണ്, അത് പ്രതീക്ഷിക്കാം. പിന്നെ ഈ അന്താരാഷ്ട്ര വിതരണ ശൃംഖലകൾ, സപ്ലൈ ചെയിൻസ്, അതിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരാം. സ്വാഭാവികമായും സാധനങ്ങളുടെ വില കൂടും. അത് ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നയം നടപ്പാക്കിയാൽ അത് ആഗോള വ്യാപാര ഘടനയിലെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. അപ്പോ ഈ നീക്കങ്ങളെ ഒരു വലിയ ക്യാൻവാസിൽ കാണുമ്പോൾ ആഗോള വ്യാപാരത്തിന്റെ ഗതി ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് സൂചനയാണ് കിട്ടുന്നത്? അമേരിക്ക കൂടുതൽ ഒരു സംരക്ഷണവാദ നയത്തിലേക്ക്, ഒരു ഇൻവേർഡ് ലുക്കിംഗ് പോളിസിയിലേക്ക് നീങ്ങുകയാണോ? തീർച്ചയായും അങ്ങനെ വ്യാഖ്യാനിക്കാം. ഇതൊരു സംരക്ഷണവാദത്തിലേക്കുള്ളൊരു വലിയ ചുവടുവെപ്പായിട്ട് തന്നെ കാണണം. ഇത് ലോക വ്യാപാര സംഘടനയിൽ, അതായത് WTOയിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട്. ഓക്കെ. അതുപോലെ ഈ വില കൂടുന്നത് പണപ്പെരുപ്പം കൂടാൻ കാരണമാകുമോ എന്നൊരാശങ്കയും ഈ രേഖ പങ്കുവെക്കുന്നുണ്ട്. ഇത് വെറും ഒരു സാമ്പത്തിക കാര്യം മാത്രമല്ല, അതിനപ്പുറം മാനങ്ങളുണ്ട്. അതെ, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഒരു വശം മാത്രം. നമ്മളിപ്പോൾ സംസാരിച്ചത് പ്രധാനമായും ഈ നിർദ്ദിഷ്ട താരിഫുകൾ, അതിന്റെ ലക്ഷ്യങ്ങൾ, പെട്ടെന്നുണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളെ മറ്റൊരു ചിന്തയിലേക്ക് ഇത് കൊണ്ടുപോകണം. അതായത് ഈ രേഖയിൽ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങൾക്കപ്പുറം അമേരിക്കയുടെ വ്യാപാര നയത്തിൽ ഇത്രയും വലിയൊരു മാറ്റം വരുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിലവിലുള്ള ഭൗമരാഷ്ട്രീയ സഖ്യങ്ങളെ, ഗ്ലോബൽ അലയൻസുകളെ, പിന്നെ ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക തന്ത്രങ്ങളെ, ഇതൊക്കെ എങ്ങനെയായിരിക്കാം മാറ്റിയെഴുതുക? ശരിയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. താൽക്കാലികമായിട്ടുള്ള സാമ്പത്തിക ലാഭനഷ്ടങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വരാൻ സാധ്യതയുള്ള വലിയ മാറ്റങ്ങൾ, അതൊന്നാലോചിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ സാധ്യതകളെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ച
നമുക്കിവിടെ നിർത്താം.